എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്കായി ഇതാ ഒരു സുവർണ അവസരം കൂടി. ഇന്ത്യ പോസ്റ്റ് ആണ് വിളിച്ചിരിക്കുന്നത്. ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്കിന് കീഴിൽ വിവിധ തസ്തികകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കേണ്ട സമയം 21/12/2024 മുതൽ 10/1/2025 വരെയാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട ഒഫീഷ്യൽ വെബ്സൈറ്റ് www.ippbonline.com ആണ്. ഓൺലൈൻ അല്ലാത്ത അപേക്ഷകളൊന്നും സ്വീകരിക്കുന്നതല്ല. ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 10/1/2025 വരെയാണ്. അസിസ്റ്റന്റ് മാനേജർ, സീനിയർ മാനേജർ തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. അസിസ്റ്റന്റ് മാനേജർ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന പ്രായപരിധി 20 വയസ്സ് മുതൽ 30 വയസ്സ് വരെയാണ്. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല. മാനേജർ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന പ്രായപരിധി 23 വയസ്സ് മുതൽ 35 വയസ്സ് വരെയാണ്. കൂടാതെ ബന്ധപ്പെട്ട മേഖലയിൽ 3 വർഷത്തെ എക്സ്പീരിയൻസും അനിവാര്യമാണ്. സീനിയർ മാനേജർ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന പ്രായപരിധി 26 വയസ്സ് മുതൽ 35 വയസ്സ് വരെയാണ്. കുറഞ്ഞത് 6 വർഷത്തെ എക്സ്പീരിയൻസ് ബന്ധപ്പെട്ട മേഖലയിൽ ഉണ്ടായിരിക്കണം. സൈബർ സെക്യൂരിറ്റി എക്സ്പേർട്ട് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഉയർന്ന പ്രായപരിധി 50 വയസ്സാണ്. കൂടാതെ ബന്ധപ്പെട്ട മേഖലയിൽ കുറഞ്ഞത് 6 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. അസിസ്റ്റന്റ് മാനേജർ, സീനിയർ മാനേജർ തസ്തികകളിലായി 68 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അസിസ്റ്റന്റ് മാനേജർ ഇൻ IT തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത BE അല്ലെങ്കിൽ BTech ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ IT അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആണ്. അല്ലെങ്കിൽ ബന്ധപ്പെട്ട മേഖലയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി ഉള്ളവർക്കും ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഏതെങ്കിലും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലോ ബാങ്കിലോ IT മേഖലയിൽ 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതുമാണ്. മാനേജർ ഇൻ IT പേയ്മെൻറ്റ് സിസ്റ്റം തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത BE അല്ലെങ്കിൽ BTech ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ IT അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആണ്. പോസ്റ്റ് ഗ്രാജുവേറ്റ് യോഗ്യതയുള്ളവർക്കും ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടാതെ ബന്ധപ്പെട്ട മേഖലയിൽ കുറഞ്ഞത് 3 വർഷത്തെ എക്സ്പീരിയൻസും അനിവാര്യമാണ്. മാനേജർ ഇൻ IT ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് നെറ്റ്വർക്ക് ആൻഡ് ക്ലൗഡ് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത BE അല്ലെങ്കിൽ BTech ഇൻ കമ്പ്യൂട്ടർ സയൻസ് ITI അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആണ്. അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഉള്ളവർക്കും ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. സീനിയർ മാനേജർ ഇൻ IT ഇൻഫ്രാസ്ട്രക്ചർ നെറ്റ്വർക്ക് ആൻഡ് ക്ലൗഡ് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത BE അല്ലെങ്കിൽ BTech ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ITI അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആണ്. ബന്ധപ്പെട്ട മേഖലയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളവർക്കും ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടാതെ ബന്ധപ്പെട്ട മേഖലയിൽ കുറഞ്ഞത് 6 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. സൈബർ സെക്യൂരിറ്റി എക്സ്പേർട്ട് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത BSc ഇൻ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഫിസിക്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജിയാണ്. അല്ലെങ്കിൽ ബന്ധപ്പെട്ട മേഖലയിൽ BE അല്ലെങ്കിൽ BTech ഉള്ളവരെയും പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളവരെയും ഈ തസ്തികയിലേക്ക് പരിഗണിക്കുന്നതുമാണ്. കുറഞ്ഞത് 6 വർഷത്തെ എക്സ്പീരിയൻസും അനിവാര്യമാണ്. ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. അപേക്ഷ ഫീസ് ഉണ്ട്. 750 രൂപയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീസായി വരുന്നത്. SC ST PWD കാൻഡിഡേറ്റ്സിന് 150 രൂപയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീ. ഓൺലൈനായാണ് ഫീസും അടയ്ക്കേണ്ടത്. SC ST OBC PWD കാൻഡിഡേറ്റ്സിന് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. SC ST കാൻഡിഡേറ്റ്സിന് 5 വർഷവും OBC കാൻഡിഡേറ്റ്സിന് 3 വർഷവും PWD ജനറൽ കാൻഡിഡേറ്റ്സിന് 10 വർഷവും PWBD OBCക്ക് 13 വർഷവും PWD SC STക്ക് 15 വർഷവുമാണ് ഏജ് റിലാക്സേഷനായി ലഭിക്കുന്നത്. എക്സ് സർവീസ്മാൻ വിഭാഗത്തിന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ റൂൾസ് പ്രകാരമുള്ള ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതുമാണ്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം ഉയർന്ന ശമ്പളമാണ് ലഭിക്കുന്നത്. നിയമനം കോൺട്രാക്ട് ബേസിസിലായിരിക്കും. തിരഞ്ഞെടുക്കപ്പെടുന്നവരെ കോർപ്പറേറ്റ് ഓഫീസ് ഡൽഹിയിലേക്കാണ് നിയമിക്കുന്നത്. ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷ സമർപ്പിക്കേണ്ട ഒഫീഷ്യൽ വെബ്സൈറ്റ് www.ippbonline.com ആണ്. ഇതിലെ കറണ്ട് ഓപ്പണിംഗ്സ് പേജിലൂടെ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാവുന്നതുമാണ്. ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ച ശേഷം അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതുമാണ്. ഫൈനൽ സബ്മിഷൻ നടത്തി കഴിഞ്ഞാൽ ഓൺലൈൻ അപേക്ഷയിൽ തിരുത്തു വരുത്താൻ സാധിക്കുകയില്ല. ആയതിനാൽ അപേക്ഷ സമർപ്പിക്കുമ്പോൾ കൃത്യമായിട്ട് പൂരിപ്പിക്കേണ്ടതാണ്. തെറ്റായ അപേക്ഷകൾ റിജക്റ്റ് ആകുന്നതുമാണ്. ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 10/1/2025 ആണ്. ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട ഒഫീഷ്യൽ വെബ്സൈറ്റ് www.ippbonline.com ആണ്. ഓൺലൈനായി മാത്രമാണ് ഫീസും സ്വീകരിക്കുന്നത്. അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വിശദമായി നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയ ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക.
കേന്ദ്ര സർക്കാരിന് കീഴിൽ ഉയർന്ന ശമ്പളത്തിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വിവരം എത്തിക്കുക. ഇതുപോലെയുള്ള ജോബ് ഇൻഫർമേഷൻസ് വീഡിയോസ് ഡെയിലി ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.